ഇതാണ് കുട്ടനാടിൻ്റെ ഏറ്റവും ആവേശകരമായ ലോകമെമ്പാടുമുള്ള മലയാളികൾ കാണുന്ന കാഴ്ച. അതായത് നെഹ്റു ട്രോഫി വീണ്ടും വിയപുരം ചുണ്ടനിലേക്ക് തന്നെ എത്തിക്കാൻ വേണ്ടിയുള്ള വില്ലേജ് ബോട്ട് ക്ലബ് കൈനകരിയുടെ തുഴച്ചിലുകാർ ഏറ്റവും ആവേശകരമായ അവരുടെ പരിശീലനത്തിൻ്റെ അവസാന ദിവസത്തിലൂടെ കടന്നു പോവുകയാണ്. ഈ ഒരേ മനസ്സോടെ ഒരേ താളത്തോടെ ഈ ചുണ്ടൻ വള്ളത്തിൻ്റെ ഇരുവശങ്ങളിലുമിരുന്ന് അവർ ആവേശപൂർവ്വം തുഴയെറിയുകയാണ്. ആ തുഴയെറിയുന്നത് ഒരു വലിയ പോരാട്ടത്തിൻ്റെ, കേരളത്തിൻ്റെ കായിക ആവേശത്തിൻ്റെ ഏറ്റവും മഹത്തായ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണ് വള്ളംകളികൾ. അത്രമേൽ ആവേശകരമായി അത് ഏറ്റവും മികവാർന്നൊരു കായിക രൂപമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ നിലയിൽ തന്നെ പരിശീലനം സിദ്ധിച്ച ഒരു വലിയ തുഴച്ചിൽ സംഘമാണ്. 90-നടുത്ത് തുഴച്ചിൽക്കാരാണ് ഈ ചുണ്ടൻ വള്ളത്തിലുള്ളത്. വിയപുരം ചുണ്ടൻ മേൽ മികച്ച ഒരു ചുണ്ടൻ വള്ളമാണ്. നിരവധി തവണ നെഹ്റു ട്രോഫി നേടിയിട്ടുള്ള ചുണ്ടൻ വള്ളമാണ്. കൈനകരിയിൽ നിന്ന് വന്നിട്ടുള്ള കൈനകരിയിലെ ബോട്ട് ക്ലബ്ബുകൾ, കുമരകത്തിൻ്റെ ബോട്ട് ക്ലബ്ബുകൾ, തുരുത്തിയുടെ ബോട്ട് ക്ലബ്ബുകൾ, അതുപോലെ തന്നെ കുട്ടനാടിനും പുറത്തു നിന്ന് അപ്പർ കുട്ടനാട്ടിൽ നിന്നും കുട്ടനാടിന് പുറത്തു നിന്നുമൊക്കെയുള്ള ബോട്ട് ക്ലബ്ബുകൾ ഇങ്ങനെ വരുന്നുണ്ട്. അവരെല്ലാം ഓരോ ചുണ്ടൻ വള്ളങ്ങൾ ഓരോ സീസണിലും ഏറ്റെടുക്കുന്നു. അങ്ങനെ ഏറ്റെടുത്ത് അവർ ആ ചുണ്ടൻ വള്ളത്തിൽ പരിശീലനം ആഴ്ചകളോളം നടത്തുന്നു. ഇത്തവണ നമ്മൾക്കറിയാം ചൂരൽമല ദുരന്തത്തെ തുടർന്നാണ് ഈ ആഗസ്റ്റ് മാസത്തിലെ 2-ാം ശനിയാഴ്ച എല്ലാ വർഷവും നടന്നു വരുന്ന നെഹ്റു ട്രോഫി ഇത്തവണ നടക്കാതിരുന്ന സാഹചര്യം. ആ വലിയ ദുരന്തത്തെ തുടർന്ന് നമ്മളെല്ലാവരും ഒറ്റ മനസ്സോടെ അതിനൊപ്പം നിന്നതുകൊണ്ടാണെന്ന് മാറ്റിവെച്ചത്. ആ നെഹ്റു ട്രോഫി വള്ളംകളിയാണ് ഇതാ ഇപ്പോൾ വരാൻ പോകുന്നത് ഈ ശനിയാഴ്ച. അതിനു മുമ്പുള്ള പരിശീലനത്തിൻ്റെ അവസാന നിമിഷങ്ങൾ. ഇപ്പോൾ ഒരു തുഴച്ചിലിനൊരു ബ്രേക്കാണിത്. ആ ബ്രേക്കിൽ നിന്നും ഇനി ഉടനെ തുടങ്ങുമോ? എങ്ങനെയാണ്? ഇനി ഉടനെ വർക്കൗട്ട് തുടങ്ങും. ഇനി എപ്പോഴാണ് തുഴച്ചിൽ? ഒരു ബ്രേക്കാണോ ഇതിപ്പോൾ? അല്ലല്ലോ, ചുമ്മാ വാമപ്പായിരുന്നു. ഇത് വാമപ്പായിരുന്നു. ഇത് കണ്ടതൊന്നുമല്ല ഇനി കാണാനിരിക്കുന്നത് അല്ലേ?